എവ്രിവൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇപ്പോൾ മണിമുല്ലയുടെ സീസണല്ലേ, സീസൺ ഇങ്ങനെ കഴിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാൻ്റെ മണിമുല്ല ഇങ്ങനെ മുട്ടൊക്കെ ഇട്ട് പൂക്കാൻ റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒക്ടോബർ ലാസ്റ്റ് നവംബർ ഫസ്റ്റ് വീക്കോട് കൂടിയൊക്കെ പൂവിട്ട് തുടങ്ങിയതാണ്. ഇപ്പോൾ ഇതൊരു 4ാമത്തെ വട്ടമാണ് എൻ്റെ മണിമുല്ല ഇങ്ങനെ പൂക്കാൻ റെഡിയായി നിൽക്കുന്നത്. ഞാൻ വീഡിയോ എടുക്കാൻ വൈകി, അപ്പോൾ നിങ്ങളെ കൂടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ. കഴിഞ്ഞ തവണത്തെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് നിറയെ പൂക്കൾ ഈ വർഷം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് തവണയും ഇത്തവണ നമുക്ക് പൂക്കൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മെയിനായിട്ട് ഞാനങ്ങനെ വളങ്ങളും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. ചാണകപ്പൊടി യൂസ് ചെയ്യും. അതുപോലെ തന്നെ നല്ല വെയിൽ കിട്ടുന്നിടത്ത് ടെറസിലാണിത് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല പോലെ അങ്ങോട്ട് പൂക്കുന്നുമുണ്ട്, അതുപോലെ തന്നെ തഴച്ച് വളരുന്നുമുണ്ട്. അപ്പോൾ വെയിലും വെള്ളവും ശ്രദ്ധിച്ചാൽ തന്നെ മണിമുല്ല നമുക്ക് നിറയെ പൂക്കൾ തരും സീസൺ ആകുമ്പോൾ. പിന്നെ ഞാനിതൊരു ചെറിയ ചട്ടിയിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഇത്രയും വളർന്നതുകൊണ്ട് തന്നെ ചട്ടി മാറ്റാൻ എനിക്കൊരു പേടി. അപ്പോൾ ഒരു ചെറിയ ചട്ടിയിൽ ഞാനിത് വാങ്ങിക്കൊണ്ട് വന്നപ്പോൾ എങ്ങനെയാണോ വെച്ചത് അതുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഇതുവരെ റീപ്പോർട്ടൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇടയ്ക്ക് ഒന്ന് മണ്ണിളക്കി കൊടുത്ത് അതിൽ കുറച്ച് വളമൊക്കെ ഇട്ട്, ചാണകപ്പൊടിയാണ് മെയിനായിട്ട് യൂസ് ചെയ്യണത്, അത് ഇടും. അതുപോലെ തന്നെ കിച്ചൺ വേസ്റ്റ് ഉണക്കി പൊടിച്ച് അതും കൂടെ ഇട്ട് കൊടുക്കാറുണ്ട്. നവംബർ ഫസ്റ്റ് വീക്കിൽ തന്നെ നമുക്ക് ആദ്യത്തെ പൂക്കൾ കിട്ടിത്തുടങ്ങി. ഒരു സൈഡിൽ പൂക്കളാണെങ്കിൽ ഒരു സൈഡിൽ മുട്ടുകളും ഉണ്ട്. അതുകൊണ്ട് തന്നെ പൂക്കൾ എപ്പോഴും ഉണ്ടാകും. ഒരു സൈഡിലെ പൂക്കൾ വാടിയാൽ ഇപ്പോഴത്തെ സൈഡിൽ പൂ ഇട്ട് തുടങ്ങും. അങ്ങനെയാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു ഇതിരിക്കുന്നത്. സീസണിൽ ഒറ്റ തവണ മാത്രമേ പൂക്കൂ എന്നൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് ഒരൊറ്റ തവണ പൂത്തിട്ട് അതോടുകൂടി കഴിയുമെന്നാണ്. പക്ഷെ അങ്ങനെയല്ല, സീസണിൽ ഉടനീളം ഇതിൽ പൂക്കളുണ്ടാവും. പൂക്കൾ കൊഴിഞ്ഞാലും അടുത്ത മുട്ടകളിട്ട് പൂക്കൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇപ്പം ഞാൻ ഈ ഒരു മണിമുല്ല വെച്ചിട്ട് 2 വർഷമായി. കഴിഞ്ഞ ഇയറിൽ എനിക്ക് ഇത്രയ്ക്കധികം പൂക്കളൊന്നും കിട്ടിയിരുന്നില്ല, എന്നാലും 1-2 തവണ പൂത്തിരുന്നു. പക്ഷെ ഇപ്രാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് പൂക്കൾ കിട്ടുന്നുണ്ട്. പിന്നെ ഒറ്റ ദിവസം കൊണ്ട് വാടും എന്നുള്ളത് ശരിയാണ്. രാവിലെ പൂത്ത് കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും വാടും. എന്നാൽ ആ വാടിയ പൂക്കൾ നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ്. ഇങ്ങനെ വാടിയിട്ട് ഇങ്ങനെ മണിമണിയായിട്ട് നിൽക്കുന്ന കാണാൻ നല്ല രസമാണ്. അതിങ്ങനെ 1-2 ദിവസം നമ്മുടെ ചെടിയിൽ തന്നെ ഇങ്ങനെ നിൽക്കും. പിന്നെ അത് കൊഴിഞ്ഞു തുടങ്ങിയ മുറ്റത്ത് ഇങ്ങനെ ഈ വാടിയ പൂക്കൾ കൊഴിഞ്ഞെടുക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. കണ്ടതിപ്പോൾ ഞാനിങ്ങനെ വാടിയപ്പോൾ അതിൻ്റെ ഭംഗി കണ്ടിട്ടെടുത്ത വീഡിയോ ആണ് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ അടുത്ത മുട്ടകളുണ്ട്. അപ്പോൾ ഈ വാടിയ പൂക്കൾ കൊഴിയുമ്പോഴേക്കും അടുത്ത മുട്ടകൾ വിരിഞ്ഞു തുടങ്ങും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇതിലിങ്ങനെ പൂവിട്ട് നിൽക്കുന്നുണ്ടാകും. നമ്മളിപ്പോൾ ഇത് ടെറസിൽ വെച്ചിട്ട് താഴേക്ക് ഇങ്ങനെ പടർത്തിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ടെറസിൽ നല്ല വെയിലുണ്ട്, നല്ല നട്ടപ്പാറ വെയിലത്താണ് ഇതിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല പോലെ പൂക്കൾ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ അധികം കെയർ കൊടുത്തില്ലെങ്കിലും നന്നായി പൂത്തോളും. വെയിൽ കിട്ടാന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി നനച്ച് കൊടുത്താൽ മാത്രം മതിയാവും. ഞാൻ ഡെയിലി വന്ന് നനച്ച് കൊടുക്കും. അത് തന്നെ പിന്നെ ഇടയ്ക്ക് ഒന്ന് കടയിളക്കി ചാണകപ്പൊടിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കും. അല്ലാണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നമ്മൾ കെയറും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. പിന്നെ ഞാൻ ഇതിൻ്റെ കമ്പ് കിളിപ്പിച്ചിട്ടുള്ളത് മറ്റേ പൂത്ത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു കൊമ്പുണ്ടാവുമല്ലോ, അതിൽ നിന്ന് കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇതിൻ്റെ കമ്പ് കിളിപ്പിച്ചിട്ട് താഴെ വെച്ചിട്ടുള്ളത്. അതും നല്ല പോലെ ഗ്രോത്തായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വർഷത്തിൻ്റെ മണിമുല്ല ചെടിയുടെ വിശേഷങ്ങൾ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ.